പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശയ്യ 30:21 നാം ഇപ്രകാരമാണ് കാണുന്നത്: നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുന്ന രീതിയാണ് യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നാം ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-16 യേശു പറയുന്നുണ്ട്: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇത് യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വചനങ്ങളിൽ നാം ആഴത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ വഴികാട്ടിയായും സഹായിയായി തീരുവാനും വേണ്ടിയാണ് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകിയത്. എങ്കിലും അരൂപിയുടെ പ്രേരണകളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കും ബുദ്ധിക്കും അനുസരിച്ചാണ് നാം ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനോടൊത്ത് യാത്ര ചെയ്യുന്നതിലാണ് ആത്മീയ വളർച്ച അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിയെ ഉപദേശിക്കുവാനും അറിവ് പകരുവാനും ജീവിതത്തെ നിയന്ത്രിക്കുവാനും പരിശുദ്ധാത്മാവിന് കഴിയും. നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നാം അവഗണിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ശക്തിയില്ലാതായി തോന്നുന്നതും ധൈര്യമില്ലാതായി തോന്നുന്നതും അതുപോലെ തന്നെ നിരാശ നമ്മെ അലട്ടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് അസാധ്യമായി യാതൊന്നും തന്നെ ഇല്ല. ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴാണ് ദൈവവചനങ്ങളിൽ ആഴപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ എന്താണെന്നും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം എന്താണെന്നും ശ്രദ്ധിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.